ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതിയെ കള്ളി എന്ന് വിളിച്ച വർഷയുടെ അച്ഛന്റെ മുഖം അങ്ങ് അടിച്ചു പൊട്ടിക്കാണ് സച്ചി. ഇത് കണ്ടിട്ട് വർഷ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ശ്രീകാന്തിനെ കൂട്ടിയിട്ട് പിണങ്ങിയിട്ട് തന്റെ വീട്ടിലേക്ക് പോവാണ്. വർഷ പിണങ്ങി പോയതോടുകൂടെ തന്നെ ചന്ദ്രമതി ഒത്തിരിയധികം കുറ്റപ്പെടുത്തിയിട്ട് സച്ചിയോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തിന് സച്ചി പറയുന്നുണ്ട്, നിന്നെ കള്ളി എന്ന് വിളിച്ചതൊന്നും നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല രേവതി. എൻ്റെ അച്ഛന് പോലും അത് കേട്ടിട്ട് ദേഷ്യം വന്നു. അപ്പോൾ രേവതി ചോദിക്കുന്നതിന് എന്നാൽ പോലും തിരിച്ചങ്ങ് ദേഷ്യപ്പെട്ടാ പോരായിരുന്നു സച്ചിയേട്ടാ, എന്തിനാ വയസ്സ് മൂത്തവരെ അടിക്കാൻ പോയതെന്ന് ചോദിക്കും. ഇനി ഇതിന്റെ പേരിൽ ശ്രീകാന്തും വർഷയും തിരിച്ച് വീട്ടിലേക്ക് വരുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയാറിക്കോട്ടെ രേവതി. അപ്പോൾ സച്ചി പറഞ്ഞിട്ട് അവരിനി വന്നാലെന്ത് വന്നില്ലെങ്കിലെന്ത് രേവതി, ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ അവരോട് വഴക്കുണ്ടാക്കിയത്. നിന്നെ അങ്ങനെ കള്ളി എന്ന് വിളിച്ചു നിൽക്കുന്നതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, എന്നിട്ടിപ്പോൾ നീയും എന്നെ കുറ്റം പറയാനോ എന്നൊക്കെ ചോദിക്കും. ഇവരുടെ സംസാരം കേട്ടോണ്ട് നിൽക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നത്, അതെ ഇതെന്റെ വീടാണ്, ഇനി ഏതായാലും എൻ്റെ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും നിൽക്കണ്ട, ഇപ്പം തന്നെ രണ്ടുപേരും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയായിരിക്കട്ടെ ചന്ദ്രമതി. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നതിന്, ചന്ദ്ര എവിടെ പോകുന്ന കാര്യം നീ പറയുന്നത്, അവരെവിടെ പോകാനാന്ന് ചോദിക്കും രവീന്ദ്രൻ. അപ്പോൾ ചന്ദ്രമതി പറയുന്നത്, എവിടേക്കാണെങ്കിലും അവർ രണ്ടുപേരും ഇവിടെ നിന്ന് പോയിക്കോട്ടെ, ഇനിയും ഇവരെ സഹിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല രവിയേട്ടാ. ഈ വീട് എൻ്റെ പേരിലാണ് എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ. ഇനി ഇവർ രണ്ടുപേരും ഈ വീടിനകത്തേക്ക് കാലെടുത്ത് വെക്കാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കാൻ ചന്ദ്രമതി. അപ്പോൾ സച്ചി ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ കാലെടുത്ത് വെച്ചാൽ ഇവിടെ ചളിയാവുമെന്ന് വിചാരിച്ചിട്ടാണോ, ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയേക്കുവാണോ? എന്നാൽ പിന്നെ ഞാൻ കാലെടുത്ത് വെക്കുന്നില്ല, കൈയെടുത്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സച്ചി ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നത്, സച്ചിയേട്ടാ ഇങ്ങനെയൊന്നും പറയാതെ, അമ്മ നല്ല ദേഷ്യത്തിലാന്ന് പറയുന്ന സമയത്തിന് സച്ചി പറയുന്നത്, ഓ ദേഷ്യത്തിലാണോ, ശരി ശരി, ഇനി ഞാൻ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. അച്ഛാ ഇവിടെ എന്താ പ്രശ്നം, ഞാൻ കാലെടുത്ത് അകത്തേക്ക് വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നത്, അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കട്ടെ, നീ നിന്റെ പണി നോക്കിപ്പോ സച്ചി എന്ന് പറയും. എന്നാൽ സച്ചി രേവതിയും അകത്തേക്ക് കയറി വരുന്നത് കാണുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരാണ്. എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഞാൻ അവരോട് ദേഷ്യപ്പെടുന്ന സമയത്ത് എൻ്റെ വാക്കിന് പോലും വില തരാതെ നിങ്ങൾ അവരോട് അകത്തേക്ക് കയറാൻ പറയുന്നോ? ഇവൻ കാരണം മാത്രമാണ് വർഷമോള് ശ്രീകാന്തും ഇവിടെ നിന്നും പിണങ്ങിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയത്. ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം ഇവനും ഇവന്റെ ഭാര്യയും ഇവിടെ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കാമെന്ന് വിചാരിച്ചോ? ഇവരിനി ഏതായാലും ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്നിങ്ങനെ ചന്ദ്രമതി ഉറപ്പിച്ചു പറയും. ചന്ദ്രയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്, ഇന്ന് ഏതായാലും ആൻറ്റി രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമെന്നാ തോന്നുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നത്, അതേ ശ്രുതി, അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അമ്മക്ക് ദേഷ്യം വന്ന അമ്മ അതും അതിനപ്പുറം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് ശ്രുതി. എന്നാൽ രേവതി അകത്തേക്ക് കയറി വരുന്ന സമയത്തിന് ചന്ദ്രമതി തടഞ്ഞു നിൽക്കുമായിരിക്കും. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് വീട്ടിലേക്ക് കയറണ്ടായെന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് പാവം പോലെ അഭിനയിക്കുന്ന പരിപാടിയൊക്കെ നീ നിന്റെ വീട്ടിലെടുത്താൽ മതി. എനിക്ക് നിന്നെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് അറിയാൻ മതി. സച്ചി ഇനി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പ്രശ്നമുണ്ടാക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ പ്രശ്നമുണ്ടാവാതെ നോക്കേണ്ടത് നിന്റെ ചുമതല ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി ഇങ്ങനെ രേവതിയോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താണമ്മേ ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ പറഞ്ഞ സച്ചിയേട്ടനോട് പോയിട്ട് വർഷയുടെ അച്ഛനെ അടിക്കാനേ? അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട്, അതേടി നീ പറഞ്ഞിട്ട് തന്നെയാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയമില്ല. അല്ലെങ്കിലും വർഷമോൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് നിനക്കൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നീ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത് എന്ന് പറയും. അവരെയൊക്കെ പുറത്താക്കിയിട്ട് നിനക്ക് ഈ വീട്ടിൽ തനിച്ച് താമസിക്കണം, അതല്ലേടി നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര വഴക്ക് പറയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ എന്തിനാ വർഷനെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്നത്? ഞാൻ തന്നെയല്ലേ അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞിട്ട്, എടി നിനക്ക് ഈ വീട്ടിൽ സുഖമായിട്ട് തനിച്ചങ്ങ് ജീവിക്കണം, അതല്ലേടി നിനക്ക് വേണ്ടത്. അങ്ങനെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടി തന്നെയായിരിക്കും നീ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഏതായാലും നിന്റെ ആഗ്രഹമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇപ്പം തന്നെ നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്നും പടിയിറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് വളരെ മോശ രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. എന്നാൽ ചന്ദ്രയുടെ വാക്കും കേട്ടുകൊണ്ടായിരിക്കട്ടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്ന് പറഞ്ഞിട്ട്, രേവതി നീ വാ, ഇവരിങ്ങനെ അലറിക്കൊണ്ടിരിക്കട്ടെ, നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് അകത്തേക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം എടുത്ത് കഴിക്കാമെന്ന് പറയും. സച്ചി ഏതായാലും രേവതിയുടെ കൈ പിടിച്ച് അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ചന്ദ്രമതി ബാക്കിൽ വന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, എടാ നിക്കട അവിടെ, നിങ്ങളോട് രണ്ടുപേരോടും അകത്തേക്ക് കയറണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത് കേട്ട് രവീന്ദ്രൻ ചോദിക്കുന്നതിന്, ചന്ദ്രൻ നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ അവരെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ടൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ചന്ദ്രമതി പറഞ്ഞിട്ട്, നിങ്ങളുടെ പൊന്നാറുമോൻ ചെയ്ത പ്രവൃത്തിക്ക് ഇവനെ ഒന്ന് ആരതി എടുത്ത് ഒഴിയാനാ? ഈ വീട്ടിലെ ഇളയ മരുമകളുടെ അച്ഛനെയാണ് പ്രായം പോലും നോക്കാതെ ഇവൻ കൈനീട്ടി അടിച്ചത്. ഒരു വലിയ മനുഷ്യന്റെ മുഖം പോലും നോക്കാതെ നിനക്ക് കൈനീട്ടി അടിക്കാൻ നാണമില്ലേടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി ഇങ്ങനെ വഴക്ക് പറയട്ടോ സച്ചിനെ. അപ്പോൾ സച്ചി പറഞ്ഞിട്ട്, വയസ്സിന് മൂത്തന്നേ ഉള്ളൂ, പക്ഷേ അയാളുടെ പെരുമാറ്റം അങ്ങനെയാണോ? എൻ്റെ ഭാര്യനെ എൻ്റെ മുന്നിൽ വെച്ച് കള്ളി എന്ന് വിളിച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? അയാളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തിട്ട് അഭിനന്ദിക്കണമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് സച്ചി ദേഷ്യപ്പെടും. ഇതും കേട്ടുകൊണ്ടായിരിക്കട്ടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്ന് ചോദിക്കുന്നത്, സച്ചി ആ മനുഷ്യൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതാണോ?
ആ മനുഷ്യന്റെ വീട്ടിലെ നല്ലൊരു ചെയിന് കാണാതെ പോയി. അതേ ചെയിൻ രേവതിയുടെ കഴുത്തിൽ കണ്ടപ്പോൾ അയാൾ രേവതിയെ തെറ്റിദ്ധരിച്ചു കൊണ്ടതിനെ അങ്ങനെ വിളിച്ചതല്ലേ എന്ന് ചോദിക്കും. അപ്പൊ സച്ചിക്ക് ദേഷ്യം വരട്ടോ. എന്നിട്ട് ചോദിക്കുന്നത്, അങ്ങനെ അതേ ഡിസൈൻ മറ്റാരെടുത്തെങ്കിലും കണ്ട അയാളത് അയാളതാണെന്ന് വിചാരിച്ച് എല്ലാവരെയും കയറിയിട്ട് കള്ളീന്ന് അങ്ങ് വിളിക്കുവോ? അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നത്, അങ്ങനെ കള്ളീന്ന് വിളിച്ചാൽ നീ കയറി അങ്ങ് അടിക്കോടാ. എടാ, വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കണം. അല്ലെങ്കിലും എന്ത് നല്ല മനുഷ്യനെ അയാളെ നീ അടിക്കാൻ നിന്നപ്പോഴെന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ ചന്ദ്ര. അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് നല്ല മനുഷ്യൻ? എൻ്റെ അച്ഛൻ്റെ മുന്നിൽ അയാളൊന്നുമല്ല. കുറേ അധികം പൈസ കയ്യിലുണ്ടായിട്ടൊന്നും കാര്യമില്ല. എൻ്റെ അച്ഛൻ്റെ പോലെ നല്ല മനസ്സുണ്ടായിരിക്കണം. എല്ലാവരും സച്ചിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് രവീന്ദ്രനും സച്ചിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാട്ടോ. എടാ, അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അയാൾ നിന്റെ വയസ്സിന് മൂത്തതല്ലേ, അതുകൊണ്ട് നീ അയാളെ കൈ നീട്ടി അടിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. സച്ചി പറഞ്ഞത്, രേവതി മോഷ്ടിക്കുന്നവളാണ്, കള്ളിയാണ് എന്നൊക്കെ പറയാൻ അയാൾ എന്തൊക്കെ അസഭ്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ ഭാര്യയെ മോശമായി സംസാരിക്കുന്ന സമയത്തിന് അതൊക്കെ കേട്ടിട്ട് ഞാൻ ചുമ്മാ ഇരിക്കണമായിരുന്നു അച്ഛാ. രേവതി നല്ല അന്തസ്സായിട്ട് പൂ വിറ്റ് അധ്വാനിച്ച് ജീവിക്കുന്നവളാണ്. ഒരു രൂപ പോലും മറ്റാരുടെയും അവൾ മോഷ്ടിക്കില്ല. അങ്ങനെയുള്ള പാവം പെണ്ണിനെ പിടിച്ചിട്ട് കള്ളി എന്നൊക്കെ വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരില്ലേ അച്ഛാ എന്നൊക്കെ ചോദിക്കാട്ടോ സച്ചി. അപ്പോഴും ചന്ദ്രമതി പറയുന്നില്ല, അയാളൊരു നല്ല മനുഷ്യനാണ്, നീ ഒരിക്കലും അയാളോട് അങ്ങനെ ചെയ്തത് മോശമായി പോയി എന്ന് പറയുന്ന സമയത്തിന് വീണ്ടും സച്ചിക്ക് ദേഷ്യം വരട്ടോ. സച്ചി പറയുന്നത്, അയാളെ പറ്റിയിട്ട് വീണ്ടും അങ്ങനെ തന്നെ പറയാതെ, അയാൾ അത്ര നല്ല മനുഷ്യനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ശരിക്കും നല്ല അടി കിട്ടേണ്ട കാര്യം തന്നെയാണ് അയാൾ ചെയ്തത്. ഇപ്പം തൽക്കാലം ഞാൻ അയാൾക്ക് അടിയല്ലേ കൊടുത്തോളൂ എന്ന് വിചാരിച്ച് നിങ്ങളങ്ങ് സന്തോഷിക്ക്. അപ്പം ചന്ദ്രമതി പറയുന്നത്, തെറ്റ് ചെയ്തത് അയാളായിക്കോട്ടെ, പക്ഷേ നിന്റെ ഭാര്യയെ കള്ളി എന്ന് വിളിക്കുമ്പോഴേക്കും നീ അയാളങ്ങ് കയറി തല്ലുവിടാന്ന് ചോദിക്കും. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നത്, ചന്ദ്രേ നീ ഒന്ന് നിർത്ത്, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി അതിൻ്റെ പേരിലൊരു സംസാരം വേണ്ടാന്ന് പറയുന്ന സമയത്തിന് ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ട എത്രയും പെട്ടെന്ന് ഇവരെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം. ഇവർ രണ്ടുപേരെയും ഇവിടെ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ ശ്രീകാന്തിനെയും വർഷയും അവർ ഇങ്ങോട്ടേക്ക് വിടാൻ സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് ഇനി മുതൽ ഇവർക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരോട് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ രവിയേട്ടാന്ന് പറയട്ടെ ചന്ദ്ര. ഈ വീട്ടിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കായിരിക്കും ചന്ദ്രമതി. ചന്ദ്രമതിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് സച്ചിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവാണ്. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ അത്ര വരെയൊക്കെ എത്തിയോ കാര്യങ്ങൾ? അച്ഛാ, എങ്കിൽ പിന്നെ ഞാൻ രേവതിയും കൂട്ടിയിട്ട് ഇവിടെ നിന്നും ഇപ്പം തന്നെ ഇറങ്ങി തന്നേക്കാം. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞിട്ട്, എടാ സച്ചി നീ ഒന്നും മിണ്ടാതിരിക്ക്. അല്ല ചന്ദ്രൻ, നീ പറ, എന്താപ്പം നിന്റെ പ്രശ്നമെന്ന് ചോദിക്കും. അപ്പം ചന്ദ്രമതി പറഞ്ഞിട്ട്, ഇവർ രണ്ടുപേരും ഈ വീട്ടിലുണ്ടായ പിന്നെ ഒരിക്കലും ശ്രീകാന്തും വർഷയും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല. അതുമല്ല, ഇവർ രണ്ടുപേരും ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് രണ്ടുപേർക്കും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പോലും പറ്റുന്നുണ്ടോ? ഇവരുടെ ഉള്ളിടത്തോളം കാലം ഇപ്പോഴും ഈ വീട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് ഇനി ബാക്കിയുള്ളവർക്കെങ്കിലും സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് പോയേ മതിയാവൂ എന്ന് പറയട്ടെ ചന്ദ്ര. ചന്ദ്രയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് സച്ചിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. സച്ചി പറഞ്ഞത് ശരിയാണ്, അമ്മ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പോയി തരണം, അത്രയല്ലേ ഇപ്പം നിങ്ങളുടെയൊക്കെ ആഗ്രഹമുള്ളൂ. ശരി അച്ഛാ, ഇനി ഞാനായിട്ട് അമ്മയെ വിഷമിപ്പിക്കുന്നില്ല. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി തന്നേക്കാം. രേവതി നീ പോയിട്ട് നിന്റെ ഡ്രസ്സെല്ലാം റെഡിയാക്കി വെക്കുമെന്ന് പറയും. എന്നാൽ സച്ചിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിൽ രവീന്ദ്രൻ്റെ തൊട്ടും സഹിക്കുന്നില്ല കേട്ടോ. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തൊക്കെയാടാ വിളിച്ച് പറയുന്നത്? നീ എന്താ രേവതി മോളെയും കൂട്ടിയിട്ട് ഇവിടെ നിന്നും പോവുകയാണോ? അപ്പോൾ സച്ചി പറഞ്ഞിട്ട്, അതെ അച്ഛാ, ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാനിവിടെ നിന്നും പോകാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞത് അച്ഛനും കേട്ടതല്ലേ. ഒരിക്കലും ഇവിടുത്തെ നിങ്ങളുടെ കൂടെയുള്ള ജീവിതം മതിയായിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നത്. ഇത്ര കാലമായിട്ടും എൻ്റെ അമ്മ എന്നെ ഒന്നും അംഗീകരിച്ചിട്ട് പോലുമില്ല. സുധിയും ശ്രീകാന്തും മാത്രമാണ് ഇവരുടെ മകൻ എന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എങ്കിൽ പിന്നെ രണ്ട് മക്കളും അമ്മയുടെ കൂടെ ഇവിടെ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ. അമ്മയ്ക്ക് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലല്ലോ. ആ സ്ഥിതിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നതിലും അർത്ഥമില്ല. എന്താ രേവതി നീ ഇതൊക്കെ കേട്ടിട്ട് നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് റെഡി ആയിട്ട് വാ എന്നിങ്ങനെ സച്ചി പറയുന്ന സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞിട്ട്, എടാ സച്ചി, നീ പെട്ടെന്ന് ഇങ്ങനെ എടുത്തു ചാടിയിട്ടൊരു തീരുമാനമെടുക്കരുത്. രേവതി മോളെ കൂട്ടിയിട്ട് നീ ഇപ്പം എങ്ങും പോകുന്നില്ല എന്ന് പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ ഈ തീരുമാനമെടുക്കുന്നത്. ഞാൻ കാരണം ഇനി മറ്റാരുടെയും സന്തോഷം ഞാനായിട്ട് തകർക്കുന്നില്ല. വാ രേവതി, ഇനി നീ ഡ്രസ്സൊന്നും എടുക്കാൻ നിൽക്കണ്ട, പോകുന്ന വഴിക്ക് നമുക്ക് മറ്റൊരു ഡ്രസ്സ് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി രേവതിയുടെ കൈയും പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് പടയിറങ്ങി പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.